ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷയെ ലക്ഷ്യം വെച്ച് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ ഓൾട്ടർനേറ്റ് ഡേയ്സിലും SCERT പാഠഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്, കണക്ക് പഠിക്കുന്നുണ്ട്, ആനുകാലികം അഥവാ PSC ബുള്ളറ്റിൻ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ മുൻവർഷ ചോദ്യപേപ്പറും മാതൃകാ ചോദ്യപേപ്പറും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ ക്ലാസ്സാണ്. കൂടുതൽ മാതൃകാ ചോദ്യപേപ്പറുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കും. ആ പഴയ ചോദ്യപേപ്പറുകളുടെ വിശകലനം കൂടി ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മാതൃകാ ചോദ്യപേപ്പർ നമ്മൾ പഠിക്കുന്നത് കൂടുതലും സയൻസിലെ അതുപോലെ പൊതുവിജ്ഞാന ഭാഗത്തെ കണക്കിലെ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 2023 ചോദ്യപേപ്പർ 154/2023. അന്നത്തെ ആനുകാലികം ഇന്നത്തെ പഴങ്കഥയായി മാറി. അതുകൊണ്ട് ആനുകാലിക ചോദ്യങ്ങൾ അവിടെ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? വ്യക്തിയെ ചോദിച്ചു, വർഷമല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മികച്ച സിനിമ വേണ്ട, 2024 മികച്ച സിനിമ ഓർത്തിരിക്കുക, കാതൽ. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി ഷെയർ ചെയ്ത് ഉർവശിയും അതുപോലെ ബീന ഭാസ്കരൻ. മികച്ച സംവിധായകൻ ബ്ലസി. അപ്പോൾ 2024 നിങ്ങൾ ഓർത്തു വയ്ക്കുക. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര്? ഉത്തരം സമന്വയ പദ്ധതി. 2020 കേരള സാഹിത്യ അക്കാദമി നമുക്ക് ചോദിക്കില്ല. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഇന്ദുഗോപൻ്റെ ആണോ എന്നാണ് നോവലിൻ്റെ പേര്. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സ് 2022 അവാർഡാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിലെത്തിച്ച പദ്ധതിയുടെ പേര്? അത് നമുക്കൊക്കെ അറിയാം, ഫസ്റ്റ് ബെൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 2022 വിക്ഷേപിച്ച PSLV C-52 ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? EOS 04. ഇതിനെപ്പറ്റി അടുത്ത ചോദ്യവും വരുന്നുണ്ട്, കാരണം അന്നത്തെ ആനുകാലികമായിരുന്നു അത്. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം 2012. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ടീസ്റ്റ. ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ടീസ്റ്റ നദി ഒഴുകുന്നത്? സിക്കിം, പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം, അത് പറയണമെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പോകാത്ത സംസ്ഥാനം മണിപ്പൂർ. അടുത്ത ചോദ്യം, നാഗ്പൂർ പ്ലാനിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? നാഗ്പൂർ പ്ലാനിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ പറയാം. റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ km. ഇതായിരുന്നു ലക്ഷ്യം. ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയായിരുന്നു. നിലവിൽ വന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റാണ്, 1943. അപ്പോൾ 1ഉം 2ഉം ഇവിടെ ശരിയാണ്. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം? അംബാല, അമൃത്സർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. അടുത്ത നല്ല ചോദ്യമാണ്. NW2 ദേശീയ ജലപാത 2 ഇതിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ തെറ്റാണ്, കാരണം അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ളത് NW1 ആണ്. NW2 ഉള്ളത് സാദിയ മുതൽ ധൂപ്രി വരെ. 1620 കിലോമീറ്റർ അല്ല,
NW2-ന് 891 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ പറഞ്ഞാൽ 2ഉം 4ഉമാണ് ശരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? നല്ല ചോദ്യമാണ്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്, അത് നമ്മൾ കുറേ കേട്ടു, പീലിക്കോട്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ചോദ്യമാണ്. ഫുഡ് ലോസ് വ്യവസായങ്ങൾ LGSയുടെ സിലബസിലില്ല. അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നില്ല, പരിസ്ഥിതി സൗഹൃദമാണിതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. EOS 04-നെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായത് ആദ്യത്തേതാണ്. കാരണം 2022 ഫെബ്രുവരി 14-നാണ് വിക്ഷേപിച്ചത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു റഡാർ ഇമേജിംഗ് ആണ്, ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ്. ഇതൊക്കെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം സത്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇത് ഇത്രയും നമ്മുടെ ആ ചോദ്യത്തിലുണ്ട് ഉത്തരം. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് നമ്മൾ പഠിച്ചതാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി നോവലിസ്റ്റാണ്. ആനന്ദമഠത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? 2005. നമ്മളിപ്പോൾ 4-5 ക്വസ്റ്റ്യൻ പേപ്പറേ പഠിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ പല ചോദ്യങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 42-ാം ഭേദഗതി. താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധം ഇല്ലാത്തതേത്? ഇല്ലാത്തതാണ് ചോദ്യം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം പാദത്തിൽ വരുന്നു. 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. ഈ 2 പ്രസ്താവനകളാണ് അവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവന. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അനിൽ അലക്സാണ്ടർ തോമസ്, അങ്ങനെ ഒരാളാണ്. ഒന്ന് സെർച്ച് ചെയ്യണേ ഗൂഗിളിൽ. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള ആളല്ല. ദേശീയ പതാകയുമായി ബന്ധം ഇല്ലാത്തതേത്? കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളുണ്ട്, കറക്റ്റാണ്. 3:1 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു, അതും കറക്റ്റാണ്. നീളവും വീതിയും പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു. 1947 ജൂലൈ 22-നാണ് ഇന്ത്യൻ ഭരണഘടന അത് അംഗീകരിച്ചത്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ച തീയതി? ദേശീയ ഗാനം 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ഡോക്ടർ KB മേനോൻ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ആലുവ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ച വ്യക്തി നാനാ സാഹിബ്. ജലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വിനോബ ഭാവെ.
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ചമ്പാരൻ സമരം. നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സർദാർ വല്ലഭായി പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1931. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഭവാനി. ഇതേത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഫിഷറീസ് സജി ചെറിയാൻ. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? അപ്പോൾ വേമ്പനാട് കായൽ എവിടൊക്കെയാണെന്ന് നമ്മൾ അറിയണം. കോട്ടയം, എറണാകുളം, ആലപ്പുഴ. അപ്പോൾ വ്യാപിച്ച് കിടക്കാത്ത സ്ഥലം കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം, ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. സയൻസിലേക്ക് വരുന്നു. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീൻ അഥവാ മാംസ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണ. വിറ്റാമിൻ എയുടെ അഭാവമാണ് നമ്മുടെ നിശാന്തത. വിറ്റമിൻ സിയുടെ അഭാവമാണ് സ്കർവി. ബിയുടെ അഭാവമാണ് ബെറിബറി. വിളർച്ചയ്ക്ക് അഥവാ അനീമിയയ്ക്ക് കാരണമാകുന്നത് ഇരുമ്പിൻ്റെ അഭാവം. മലമ്പനിക്ക് കാരണമായ രോഗാണു പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി? ഉത്തരം താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ്. ചന്ദ്രഗംഗ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച് ഇതെല്ലാം തെങ്ങാണ്. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി ആരായിരിക്കും? ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ SCERT പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഭക്ഷ്യ ശൃംഖലയിൽ എപ്പോഴും ആദ്യ കണ്ണി ഹരിത സസ്യങ്ങളായിരിക്കും. അവരാണ് ആഹാരം പാകം ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡ്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് നെല്ലിനം കണ്ടെത്തുക. കിരൺ വെണ്ടയാണ്. ചന്ദ്രലക്ഷ, ഗംഗാബൂന്തം ഇതൊക്കെ തെങ്ങാണ്. അന്നപൂർണയാണ് നെല്ല്. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. അലുമിനിയത്തിൻ്റെത് ബോക്സൈറ്റ്. ആൽക്കലി ലോഹം അല്ലാത്തതേത്? ആൽക്കലി ലോഹം അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ അലൂമിനിയമാണ്. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, ബെർലിയം, സുബീഡിയം, സീസിയം, ഫ്രാൻസിയം അങ്ങനെ താഴോട്ടാണ് പോകുന്നത്. 1-ാം ഗ്രൂപ്പിൽ വരുന്നതെല്ലാം ആൽക്കലി ലോഹങ്ങളായിരിക്കും. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണം അല്ലാത്ത വാതകം കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. ഹൈഡ്രജന് 3 ഐസോട്ടോപ്പ് ഉണ്ട്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ അല്ലാത്തത് ടെല്ലൂറിയം. പ്രോട്ടിയത്തിന് ന്യൂട്രോൺ ഇല്ല. ട്രിഷ്യത്തിന് 1, ഡ്യൂട്ടീരിയത്തിന് 2. ട്രിഷ്യത്തിന് 1, ട്രിഷ്യത്തിന് 2.
വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? വേട്ടക്കാരൻ ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണ രീതി സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രിക. പ്രകാശത്തിൻ്റെ പ്രകീർണത്തിന് കാരണം അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങളെ അറിയപ്പെടുന്ന പേര്? ഉത്തരം കമ്പനം. അടുത്തത് നമ്മൾ ഭിന്നസംഖ്യ കണക്കിലെ ഭിന്നസംഖ്യയിലേക്ക് വരികയാണ്. -12.5 പ്ലസ് അര. രണ്ട് വ്യത്യസ്ത ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നമിടുക. 12.5-ൽ നിന്ന് അര പോയാൽ ഉത്തരം 12. ചിഹ്നം മൈനസിൻ്റെ ഇട്ട് കൊടുക്കുക. അപ്പം -12 അവിടുത്തെ ഉത്തരം. താഴെ കൊടുത്തവയിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗം? ഭിന്നസംഖ്യയുടെ വർഗം വരണമെങ്കിൽ അംശവും വർഗമായിരിക്കണം, ഛേദവും വർഗമായിരിക്കണം. ഉത്തരം 4/9. ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തുന്നത് 27. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. അടുത്ത പദം കണ്ടെത്തുക. 1 3 1 2 2 1 3 3 2 5. അടുത്ത പദം 5 3 8. ഒരാൾ 15,000 രൂപയ്ക്ക് TV വാങ്ങി 13,350 വിറ്റു. നഷ്ടം എത്ര? നഷ്ടം ശതമാനത്തിൽ കാണണമെങ്കിൽ ഉണ്ടായ നഷ്ടം 1,650 രൂപ. 15,000-ന് മേടിച്ച TV ഇൻറ്റു 100 വെട്ടി 165-നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു വട്ടം 15 ഒരു വട്ടം 11% അവിടെ ഉണ്ടായ നഷ്ടം. അടുത്ത ചോദ്യം സമചതുരാകൃതി. സത്യത്തിൽ ഇത് LGSൻ്റെ സിലബസിലുള്ള ചോദ്യമല്ല. ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പളവുണ്ട്. പരപ്പളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? ചുറ്റളവാണ് 1296. പരപ്പളവ് എന്ന് പറയുമ്പോൾ ഏരിയ, വിസ്തീർണമാണ് 1296. A സ്ക്വയറാണ് 1296. വശത്തിൻ്റെ നീളം A. 1296-ൻ്റെ റൂട്ട് 24 ഉത്തരം. നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടി കോഴിക്കോടെത്തി. തീവണ്ടിയുടെ ശരാശരി വേഗത കണ്ടെത്താൻ ദൂരം ഭാഗം സമയം. ഇവിടെ ദൂരം 300 കിലോമീറ്റർ. 300 കിലോമീറ്ററിനെ മീറ്റർ ആക്കുമ്പോൾ 3,00,000 മീറ്റർ. 2 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 30 മിനിറ്റ് 150 മിനിറ്റ്. 150 മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. 0 വെട്ടി 6-നെ ഇവിടെ വെട്ടുമ്പോൾ 50,000. ഇവിടെ 150-നെ ഇതുകൊണ്ട് വെട്ടുമ്പോൾ ഉത്തരം 120 km/h എന്ന് കിട്ടും. ആദ്യം മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുന്നത്. അതിനെ 18/5 കൊണ്ട് ഗുണിക്കണം. 8.25 ലിറ്റർ പാൽ 3/4 ലിറ്ററിൻ്റെ കുപ്പിയിലാക്കിയാൽ കുപ്പിയുടെ എണ്ണം എത്ര? അത് കണ്ടുപിടിക്കാൻ 8.25-നെ 8.25 ഡിവൈഡഡ് ബൈ 3/4. 8.25 എന്ന് പറയുമ്പോൾ 33/4 ഇൻറ്റു 4/3. ഉത്തരം 11 കുപ്പി എന്ന് കിട്ടും. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 27 കിലോ അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്ക് എത്ര കിലോ കിട്ടും? 27-നെ 20 കൊണ്ട് ഹരിക്കുക. ഒരു വട്ടം 20 70. 3 വട്ടം 1.3 60. ശിഷ്ടം 10 100 5 1.35 കിലോ. 1 മുതൽ തുടർച്ചയായ കുറേ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം n+1 ആണ്. അപ്പോൾ അത് 100 ആണെങ്കിൽ 10-ൻ്റെ സ്ക്വയറാണ് 100. നമുക്ക് കിട്ടേണ്ടത് സംഖ്യയാണ് n² നമുക്കവിടെ ഉത്തരം വരേണ്ടത്. എണ്ണൽ സംഖ്യകളുടെ തുക പോലെയല്ല, ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം n² ആണ്.
10ൻ്റെ സ്ക്വയർ 100 അപ്പോൾ n 10. 27 3 ക്യൂബ് റൂട്ടാണ്. അപ്പോൾ 512 സമാനമായ ബന്ധം 8. 8 × 8 64, 64 × 8 512. റസിയ ഒരലമാര വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. 780 രൂപ കുറഞ്ഞു. എങ്കിൽ എത്ര രൂപ റസിയ കൊടുത്തു? 6% എന്ന് പറയുന്നത് 780 രൂപ. ഏതോ ഒരു സംഖ്യയുടെ 6% 780 രൂപ. സംഖ്യ കാണാൻ 780 × 100 / 6 13,000 ഉത്തരം. 13,000 വരത്തില്ല. യഥാർത്ഥ വില 13,000. അതിൽ നിന്ന് 780 കുറയ്ക്കുമ്പോൾ 12,220 വരും ഉത്തരം. യഥാർത്ഥ വിലയാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഒരു കാറിൻ്റെ ശരാശരി വേഗത 84 km/h. ഒരു മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? 60 മിനിറ്റിൽ 84 കിലോമീറ്റർ. ഒരു മിനിറ്റിൽ എത്ര? 60 മിനിറ്റിലാണ് 84 കിലോമീറ്റർ. ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ പോകുമെന്നറിയാൻ 84/60. 84 60 30 42 15 21/15 × 100. 21/15 × 100 1400 മീറ്ററാണ് ഉത്തരം കേട്ടോ. സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് 84 × 5/18 എടുക്കുക. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആകും. അതിലെ മിനിറ്റ് കൊണ്ട് ഗുണിക്കുക. √1764. √1764 42. 3 + 5 3/5 1 + 3 1/15. 5 3 15 LCM 15. ആദ്യത്തേൻ്റെ അംശം കൊണ്ട് ഹരിച്ചു, ഛേദം കൊണ്ട് ഗുണിച്ചു. അടുത്തതിൻ്റെ അംശം കൊണ്ട് ഹരിച്ചു, ഛേദം കൊണ്ട് ഗുണിച്ചു. ഇവിടെ 9 വരും ഛേദം കൊണ്ട് ഗുണിക്കുമ്പോൾ. ഇവിടെ 1. 9 5 14 15/15 ഉത്തരം 1. ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി 11. ടീച്ചറും കൂടെ ചേർന്നപ്പോൾ ശരാശരി 12. ടീച്ചറുടെ വയസ്സ് എത്ര? 42 കുട്ടികളുടെ ശരാശരി 11. അപ്പോൾ ആകെത്തുക 42 × 11. ടീച്ചറൂടെ വന്നപ്പോൾ ശരാശരി 12 അതായത് 42 കുട്ടികൾക്കും ഓരോ വയസ്സ് വെച്ച് കൂടി 42, പിന്നെ ടീച്ചറിൻ്റെയും കൂടെ ചേർത്ത് ഉള്ള പ്രായം വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ 54. കാരണം ഓരോരുത്തർക്കും ഓരോ വയസ്സ് കൂട്ടി കൊടുക്കണം 42 പേർക്ക്. പിന്നെ ടീച്ചറിൻ്റെ ഒരു 12 വയസ്സ് കൂടെ കൂട്ടണം ശരാശരിയുടെ വയസ്സ്. അപ്പോൾ 54 വയസ്സ്. 4 12 20 ലസാഗു 4 12 20. ആദ്യം 4 എടുത്തു. 1 3 5. ഇനിയും നിശേഷം ഹരിക്കാനൊക്കത്തില്ല. 4 3 12 12 5 60. 60 ശരാശരി. ആരോഹണ ക്രമത്തിൽ എഴുതുക ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ആദ്യം 2.7, പിന്നെ 3.5, പിന്നെ 4, പിന്നെ 4.2. മീര ഒരു വരിയിൽ മുന്നിൽ നിന്ന് 16ാമത്. മുന്നിൽ നിന്നെടുക്കുമ്പോൾ 16ാമത്. പിന്നിൽ നിന്നെടുക്കുമ്പോൾ 10. അപ്പോൾ മീരയ്ക്ക് ശേഷം 9 പേരും കൂടെ ഉണ്ട്. ആകെയുള്ളവർ 25 പേര്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സുണ്ട്. സോനുവിനേക്കാൾ 4 വയസ്സുണ്ട് രാജുവിന്.